പെയിൻറ്റിങ് ചെയ്യാനും കാണാനൊക്കെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ബട്ട് ഐ എം നോട്ട് എൻ ആർട്ടിസ്റ്റ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം വാട്ടർ കളറൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ മുഴുവനായിട്ട് വിട്ടു. ബി.എഡിന് ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്താണ് പിന്നീട് ബ്രഷും പെയിൻറ്റൊക്കെ കയ്യിലെടുത്തത്. മര്യാദയ്ക്ക് ബ്രഷ് പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. പെയിൻറ്റിങ്ങിൻ്റെ ടെക്നിക്കൽ ടേംസും ഒന്നും അറിയില്ല. ഇപ്പോൾ ആകെ മൊത്തം ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഒരു വഴി കണ്ടെത്തിയതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പം തന്നെ ചേച്ചിയുടെ മോളുടെ പെയിൻറ്റും ബ്രഷും എടുത്തു. എവിടെ എൻ്റെ കലാപവാസന പ്രദർശിപ്പിക്കുക എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ബാത്റൂമിലെ കണ്ണാടി ഓർമ്മ വന്നത്. കണ്ണാടിയെ കയ്യിലൊതുങ്ങാൻ പഠിച്ച ബ്രഷിനെയും പെയിൻറ്റിനെയും പണ്ടത്തെ 4ാം ക്ലാസ്സിലെ കുട്ടിയുടെ അതേ പോരായ്മകളോടെ കയ്യിലൊതുക്കി. അങ്ങനെ ഞാൻ എൻ്റെ കണ്ണാടിയെ ഒന്ന് മാറ്റി. മാറ്റം നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ല. പക്ഷേ ആ മാറ്റത്തെ എതിർത്ത് പറയാൻ കഴിയാത്തതുകൊണ്ട് കണ്ണാടി സ്വീകരിച്ചു. എന്തോ വലിയ കാര്യം ചെയ്ത പോലെ ഞാനും പീക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവലിലിരുന്നു. ഈ ഒരു വീഡിയോ എല്ലാം കൊണ്ട് എനിക്ക് സ്പെഷ്യലാണ്. വോയിസ് ഓവർ ചെയ്യാൻ മടിയുള്ള ഞാൻ വോയിസ് ഓവർ ചെയ്തു. കുറേ നാളായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാതിരുന്ന ഞാൻ ഇന്ന് ചെറുതാണേലും ഒരു കാര്യം ചെയ്തു. ആരും ഒന്നും നാളേക്ക് മാറ്റി വെക്കണ്ട. ഉള്ളിലെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടത്താൻ തുടങ്ങിക്കോളൂ. അപ്പോൾ വീണ്ടും കാണാം.